അടുത്ത് ക്യൂബയാണല്ലേ അമേരിക്കയുടെ ലക്ഷ്യം? അടുത്തത് ക്യൂബയെ തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അത് വെനസ്വേല അവർ പിടിച്ചടക്കി കഴിഞ്ഞു. അപ്പോൾ വെനസ്വേലയുടെ ചെലവിലാണ് സത്യം പറഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് ക്യൂബ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവരോട് പറയുകയാണ്, ഇനി എണ്ണയും വെള്ളം ഒന്നും തരൂല, കാരണം വെനസ്വേലയെ ഞങ്ങൾ പിടിച്ചെടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി അവർ തരണത് ഞങ്ങൾ തരണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്ന ഡീലിലേക്ക് നിങ്ങൾ വരണം എന്നുള്ളതാണ് ട്രംപ് അവർക്ക് നൽകിയ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ക്യൂബ അതിന് എന്താ പറയുക, അതിന് തല കുനിക്കാനായിട്ട് തയ്യാറല്ലാത്ത രീതിയിൽ തന്നെയാണ് ക്യൂബയുടെ മുന്നോട്ടുള്ള പോക്ക്. പക്ഷേ ഡീലിന് വന്നില്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ ഏതാണ്ട് പണവും കിട്ടില്ല, എണ്ണയും കിട്ടില്ല. കാരണം ടൂറിസവും കൃഷിയുമായിരുന്നു ക്യൂബയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. അതായത് സാമ്പത്തിക സ്രോതസ്സുകൾ അതായിരുന്നു. ഇത് ഉപരോധങ്ങൾ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു മേഖലകൾ മുഴുവനും തകർന്നുപോയി. അപ്പോൾ വെനസ്വേലയാണ് ഒരു എന്താ പറയുക സഹായവുമായിട്ട് എത്തിയത്. വെനസ്വേല പണവും നൽകി, പ്രതിദിനം ഏതാണ്ട് 27,000 ബാരൽ ക്രൂഡും നൽകിയിട്ടുണ്ട്. ഈ ക്രൂഡും ഈ പണവും കൊണ്ടാണ് ഇവരിത് ഇതുവരെയും പിടിച്ചു നിന്നിട്ടുള്ളത്. ഇനി ക്യൂബയെ കൂടി എന്തുകൊണ്ട് ക്യൂബയെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത്, ഇനി ഞങ്ങൾ പറയുന്ന കാര്യത്തിലേക്ക് ട്രംപ് പറയുകയാണ്, ഇനി ഞങ്ങൾ പറയുന്ന ഡീലിലേക്ക് നിങ്ങൾ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും ബിഗ് സീറോ ആയിട്ട് മാറും എന്ന് പറയുന്നു. അപ്പോൾ ഒരു ഭരണമാറ്റം അവിടെ കൂടി കൊണ്ടുവരാനായിട്ട് അമേരിക്ക തീരുമാനിക്കുന്നു. അമേരിക്കയ്ക്ക് കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ട് താനും. അമേരിക്ക എല്ലാത്തിനെയും, ഇപ്പോൾ വെനസ്വേലയിൽ നടത്തിയിട്ടുള്ളത് ഒരു കടന്നാക്രമണമാണ്. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിനു നേരെ കടന്നു കയറിയതാണ് നമ്മൾ കണ്ടത്. അവിടെ കുറേ നാളുകളായിട്ട് ട്രയൽ നടത്തുക, എന്നിട്ട് അവിടുത്തെ പ്രസിഡന്റിനെയും പ്രസിഡന്റിന്റെ ഭാര്യയെയും പിടിച്ചുകൊണ്ട് പോവുക, തടവിലാക്കുക, എന്നിട്ട് വലിയ ഞങ്ങൾ ആ രാജ്യത്തെ രക്ഷിക്കുന്നു, അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള എണ്ണ നിക്ഷേപത്തിൽ കണ്ണുവെച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തത് എന്ന് പറയാതെ അതിനുള്ള ആർജവുമില്ല. പക്ഷെ നേരെ തിരിച്ച് ഇവരിതിനെ ഞങ്ങൾക്ക് അവിടെ മയക്കുമരുന്ന് കടത്ത് ഞങ്ങളെ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു രാജ്യത്തിന് നേരെ കടന്നാക്രമിച്ചുകൊണ്ട് അതിൻ്റെ പ്രസിഡന്റിനെയൊക്കെ കൊണ്ടുപോകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും ട്രംപ് നടത്തിയത് ഭീകരവാദ പ്രവർത്തനമാണ് വെനസ്വേലയിൽ നടത്തിയത് എന്നുള്ളത് ക്യൂബൻ പ്രസിഡന്റ് ആയിട്ടുള്ള മിഗ്വൽ ഡിയസ് കാനൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മഡുറോയെ പിടികൂടിയത് കാടത്തമാണ്, ശുദ്ധ പോക്രിത്തരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അമേരിക്കൻ സൈന്യം നടത്തിയിട്ടുള്ള വെനസ്വേലയിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ നിരവധി ക്യൂബ സ്വദേശികളും മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആകെ തുക എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പം ഇതിനു മുമ്പും ക്യൂബയുമായിട്ട് അത്ര സ്വരച്ചേർച്ചയിലായിരുന്നില്ല അമേരിക്ക ഉണ്ടായിരുന്നത്. 1959 വിപ്ലവത്തിന് ശേഷം ആ ഒരു വിപ്ലവ സമയത്തൊക്കെയും വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ക്യൂബയെ അവർ ഇതാക്കുന്നു, ഇനി പിടിച്ചടക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്യൂബയ്ക്ക് എണ്ണ കൊടുക്കുന്നു, പണം കൊടുക്കുന്നു വെനസ്വേല. മറിച്ച് ക്യൂബ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സഹായം, നമ്മൾ പറയില്ലേ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് പോലെ, അവർക്ക് നിലം പരിശായി പോയ ഒരു രാജ്യമാണ്. അവർക്ക് അപ്പോൾ ഒരു പക്ഷേ തിരിച്ച് പണം കൊടുക്കാനില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, അവരുടെ ഇൻ്റലിജൻസ് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് വിവരങ്ങൾ ചോർത്തി നൽകി വെനസ്വേലയ്ക്ക്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇപ്പോൾ രഹസ്യാന്വേഷണ സഹായങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ വെനസ്വേലയെ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ ഈ വിവരങ്ങൾ നൽകുന്ന ക്യൂബയെ അമേരിക്കയ്ക്ക് നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറയുന്നു. കൂടാതെ അമേരിക്കയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ക്യൂബയിൽ റഷ്യയും ചൈനയും വലിയ രീതിയിലുള്ള സ്വാധീനം വർദ്ധിപ്പിക്കുന്നുണ്ട്. രണ്ടിനെയും കണ്ണെടുത്താൽ കണ്ടുകൂടാ ട്രംപിന്. ആദ്യമേ കണ്ടുകൂടാ എങ്കിലും ട്രംപിന് പ്രത്യേകിച്ച് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അപ്പോൾ റഷ്യയുടെ വളർച്ചയും ചൈനയുടെ വളർച്ചയും ഇപ്പോൾ എന്തിനു പറയുന്നു, നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച പോലും അമേരിക്കയുടെ നെഞ്ചിടിപ്പേറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമല്ലേ, ഒന്നും രണ്ടും സ്ഥാനത്തൊക്കെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം എനിക്കാണോ നിനക്കാണോ എന്നുള്ള ഒരു തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ ഇടം വലം നിൽക്കുന്നു. ഈ രാജ്യങ്ങളുടെ സ്വാധീനം ഈ ക്യൂബ എന്ന് പറയുന്ന രാജ്യത്തിൽ വർദ്ധിച്ചു വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് അതൊരു ഭീഷണിയാണ് എന്നുള്ളത് അവർ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ സുരക്ഷാ ഭീഷണിയായി കാണുന്നു. വെനസ്വേലയിൽ നിന്ന് ഈ ശക്തികളെ എല്ലാം പുറത്താക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇവർക്കുണ്ട്. ക്യൂബയിൽ നിന്നുകൂടി ഈ റഷ്യൻ ചൈന ആധിപത്യത്തെ പുറത്താക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലാറ്റിൻ അമേരിക്കയിൽ അമേരിക്കൻ ആധിപത്യം അവിടെ ഉറപ്പിക്കാനായിട്ട് ട്രംപിന് സാധിക്കും. അപ്പോൾ പറയുമ്പോൾ അവിടെ ആ ഒരു ആധിപത്യം കൊണ്ടുവന്ന ആൾ
അല്ലെങ്കിൽ ആ ഒരു പ്രസിഡന്റ് എന്ന് പറയുന്ന പദവി ആ ഒരു ചരിത്രത്തിൽ എഴുതപ്പെടുന്ന നിമിഷം എന്നുള്ളതൊക്കെ ഒരു പക്ഷേ ട്രംപ് കണക്ക് കൂട്ടുന്നുണ്ടാവും. നമുക്കറിയാം ഒരു നൊബേൽ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മാന്യദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിയത്. ആളുകൾ കണ്ടാൽ, അല്ലെങ്കിൽ എന്തിനധികം കൊച്ചുകുട്ടികൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പോലും ഇത്തരത്തിലൊരു വാശിയോ കുറുമ്പോ അല്ലെങ്കിൽ ഒരു കണ്ണുകടി അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു പ്രസിഡന്റ് പദവിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തനിക്ക് ആ ഒരു സമാധാനത്തിനുള്ള, അതാണ് ഏറ്റവും ശ്രദ്ധേയമായത്, സമാധാനത്തിനുള്ള ഉള്ള രാജ്യങ്ങളെ മുഴുവനും തമ്മിലടിപ്പിച്ചു, അതിൽ നിന്ന് ചോരയും കുടിച്ചിട്ട് എനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടണമെന്ന് പറഞ്ഞ ട്രംപാണ്. അപ്പൊ സ്വാഭാവികമായും ആ ഒരു ലാറ്റിൻ അമേരിക്കൻ ഭാഗത്ത് അമേരിക്കൻ ആധിപത്യം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു എന്നുള്ള ഒരു അവകാശവാദം ട്രംപ് ഉന്നയിക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന പോലെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഇപ്പോഴും ട്രംപ് പറയുന്നു ഇതിൽ ഞാൻ ഇടപെട്ടത് കൊണ്ടാണ് ആ ഒരു യുദ്ധം ആ ഒരു സമയം കൊണ്ട് ഇല്ലാതെയായത്, ഞാൻ ഇടപെട്ടത് കൊണ്ടാണ് എല്ലാം സംഭവിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോഴും അത് ഇടയ്ക്കിടയ്ക്ക് ഓർത്തിട്ട് നമ്മൾ പറയില്ല, വെള്ളിടി വെട്ടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപാണ്. അപ്പോൾ ആ ട്രംപിനെ സംബന്ധിച്ച് നമുക്ക് ഇതൊക്കെ നമ്മൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടോ, നമ്മളുടെ രാജ്യം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, പിന്നെ എന്തിന് ഇത് എന്ന് പറഞ്ഞാൽ അവരുടെ സർവാധിപത്യം നിലനിർത്തുക, ഒപ്പം ട്രംപിന് ഒരുപക്ഷെ ട്രംപിൻ്റെതായ ബിസിനസ്സുകൾ വ്യാപിപ്പിക്കേണ്ടതിൻ്റെ കൂടെ ആവശ്യകത ഈ പറയുന്ന കാര്യങ്ങളിലുടനീളം നമുക്ക് കാണാനും കഴിയും. അപ്പോൾ കൂടാതെ വെനസ്വേല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഡ്രഗ് കാർട്ടലുകൾ, അത് ക്യൂബയുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക പറയുന്ന ഒരു വാദം. വെനസ്വേലയിൽ മയക്കുമരുന്ന് ഡ്രഗ് കാർട്ടലുകൾ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അത് അമേരിക്കയിലേക്ക് മനഃപൂർവ്വമായിട്ട് വിടുക എന്നുള്ള രീതിയിലേക്കൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. പക്ഷെ അതിന് പിന്നിൽ ഇപ്പൊ ക്യൂബ കൂടിയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം അടുത്ത ഉന്നം ക്യൂബ തന്നെയാണ്. ഇതിനിടയിൽ ഗ്രീൻലാൻഡ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രീൻലാൻഡിലേക്കും ഒരു കണ്ണ് പതിപ്പിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയയിലേക്കൊക്കെ പോകുന്നത് ഈ രാജ്യങ്ങളെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് വലിയൊരു വൻ സാമ്പത്തിക ശക്തിയായിട്ട് മാറാനും ആ രാജ്യങ്ങളിൽ എന്തെല്ലാം നിക്ഷേപമുണ്ടോ, എന്തെല്ലാം നിക്ഷേപിച്ച് ഇവർക്ക് വരുമാനം ഉണ്ടാക്കാൻ, അവരുടെ സാമ്പത്തിക തകർന്നു പോയ അവരുടെ ആ ഒരു സാമ്പത്തിക എന്താ പറയുക അടിത്തറ പടുത്തുയർത്താനുള്ള നീക്കം കൂടി ഇതിന് പിന്നിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അമേരിക്കയിൽ എത്തുന്ന മയക്കുമരുന്നിൻ്റെ ഒക്കെ ഒഴുക്ക് തടയാനായിട്ട് ക്യൂബയെ കൂടി വരുതിയിലാക്കണമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പേരിൽ കൂടി ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വെനസ്വേലയിൽ സൈനിക നടപടികൾക്ക് ശേഷം ഇനി ക്യൂബയെ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒറ്റപ്പെടുത്തി അവിടുത്തെയുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഉണ്ട്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിനെ തുടർന്നാണ് ആദ്യകാലങ്ങളിലും അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ വെനസ്വേലയിൽ നിന്ന് എണ്ണ ലഭിക്കാതെ വരുന്നതോടുകൂടി ക്യൂബയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ അമേരിക്കയ്ക്ക് ഉണ്ട്. അപ്പോൾ അത് വലിയ തരത്തിലുള്ള ഒരു ജനകീയ വിപ്ലവത്തിലേക്ക് വഴി തുറക്കുമെന്ന് ഇവർ കരുതുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കൂടി ആലോചിക്കുമ്പോൾ ഈ പലയിടങ്ങളിലും നടക്കുന്ന ജൻസി പ്രക്ഷോഭങ്ങളുണ്ട്, ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പിന്നിൽ നടക്കുന്നത് അമേരിക്കയാണോ എന്നുള്ള സംശയമാണ് നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ജനകീയ വിപ്ലവം ക്യൂബയിൽ കൂടി ഉണ്ടാക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പല രാജ്യങ്ങളിൽ നടക്കുന്ന ജൻസി പ്രക്ഷോഭങ്ങൾക്ക് പിന്നിലും അമേരിക്ക തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഏതാണ്ട് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരമുള്ള വെനസ്വേലയെ പിടിച്ചെടുത്തതോടുകൂടി ആ മേഖലയിലെ മറ്റ് ഇടതുപക്ഷ രാജ്യങ്ങൾക്കും അമേരിക്ക ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ക്യൂബ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള അവിടെ നിക്ഷേപങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. നമുക്കും ഉണ്ട് കേട്ടോ, ഇന്ത്യക്കും ക്യൂബയിൽ വലിയ നിക്ഷേപങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഇന്ത്യയെ ബാധിക്കും എന്നുള്ളത്, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയെയും ബാധിക്കും. പക്ഷെ അതിന് നമ്മൾ മറുവഴി കണ്ടെത്തും. പക്ഷെ നിലവിൽ ഉള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഏത് നിമിഷവും അമേരിക്കയുടെ ഒരു ആക്രമണം ക്യൂബയിലും ഉണ്ടായേക്കാം.